അപ്പോൾ സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നിങ്ങളുടെ പാർട്ട് എ, നെറ്റിന്റെ പാർട്ട് എ പാർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കാണാറുള്ള ഭാഗമാണ്. അത് നമ്പർ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ, പ്രോബ്ലംസിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്പർ സിസ്റ്റത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാനുണ്ട്. അതുപോലെ തന്നെ അതിൽ ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്കുള്ള കൺവേർഷൻ എങ്ങനെയാണെന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാറുള്ളത് സാധാരണയായിട്ട് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ, അതുപോലെ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ്. ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പാർട്ട് എന്ന് പറയുന്നതും. അതുകൂടാതെ ഒക്ടൽ, ഹെക്സാഡെസിമൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നമ്പർ സിസ്റ്റംസ് ഉണ്ട്. ഈ നമ്പർ സിസ്റ്റംസിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും. അതിൽ നിന്ന് വളരെ ചോദിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് ആ നമ്പർ സിസ്റ്റംസിന്റെ പേര്, കാര്യങ്ങൾ മാത്രം ഒന്ന് അറിഞ്ഞു വെക്കുക. കൂടാതെ നിങ്ങളോട് സ്ഥിരമായി ചോദിക്കുന്ന ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി നമ്പർ സിസ്റ്റം കൺവേർഷൻസ് ഒന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്പർ സിസ്റ്റത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്, ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്പർ സിസ്റ്റംസ് ഏതൊക്കെയാണ് എന്നും ഏതൊക്കെ ടൈപ്പ് ആണ് എന്ന് മനസ്സിലാക്കാം. നമുക്ക് നമ്പർ സിസ്റ്റത്തിലേക്ക് കടക്കാം. നമ്പർ സിസ്റ്റം എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. നമ്പർ സിസ്റ്റം എന്ന് പറയുന്നതിന് നമുക്ക് ഫസ്റ്റ് തന്നെ ബൈനറി നമ്പർ സിസ്റ്റമാണ്. ബൈനറി നമ്പർ സിസ്റ്റം. അതുപോലെ രണ്ടാമത്തേത് ഡെസിമൽ നമ്പർ സിസ്റ്റം. മൂന്നാമത്തേത് ഒക്ടൽ നമ്പർ സിസ്റ്റം. നാലാമത്തേത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്നുള്ളവയാണ് നമ്പർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. 4 നമ്പർ സിസ്റ്റംസ്: ബൈനറി നമ്പർ സിസ്റ്റം, ഡെസിമൽ, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. സോ എന്താണ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസ് 2 ആയിട്ടുള്ള ബേസ് 2 ആയിട്ടുള്ള നമ്പർ സിസ്റ്റംസിനെയാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റംസ് എന്ന് പറയാം. ബേസ് 2 ആയിട്ടുള്ള നമ്പർ സിസ്റ്റത്തിനാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയാം. ബേസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് അത് 0 ആൻഡ് 1 ആണ്. അതായത് 2 വരെയുള്ള 0 ആൻഡ് 1 ആണ് ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്പറുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് 1001 is a binary number. സോ ഇതിന്റെ ബേസ് 2 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുക. ബേസ് 2, 1001 ബേസ് 2. അനദർ എക്സാമ്പിൾ, ഇത് എക്സാമ്പിൾ ആണ് എഴുതുന്നത്. അനദർ എക്സാമ്പിൾ 1010 ബേസ് 2. ഓക്കെ, അപ്പോ ഇതാണ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നതിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. എന്താണ്, നമുക്കിത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷന് ശേഷം നോക്കാം. ഫസ്റ്റ് നമുക്ക് വളരെ ബ്രീഫ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസ് 2 ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 0 ആൻഡ് 1 മാത്രമാണ് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. എക്സാമ്പിൾ 1001 ബേസ് 2, 1010 ബേസ് 2, എക്സെട്ര. ഓക്കെ, സേ അനദർ വൺ ഈസ് 1111 ബേസ് 2 is a binary number. ഓക്കെ, ഇനി രണ്ടാമത്തേലേക്ക് നമുക്ക് കിടക്കാം. രണ്ടാമത്തേത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ഡെസിമൽ നമ്പർ സിസ്റ്റം മീൻസ് അവിടെ അതിന്റെ ബേസ് എന്ന് പറയുന്നത്, ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നതിന്റെ ബേസ് എന്ന് പറയുന്നത് ബേസ് 10 ആയിട്ടുള്ള നമ്പർ ആണ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ബേസ് 10 ആയിട്ടുള്ള നമ്പേഴ്സിനാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുക. അവിടെ വരുന്നത് 0 to 9, 0 മുതൽ 9 വരെയുള്ള നമ്പറുകളാണ് എവിടെ വരിക, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ വരിക. ഓക്കെ, ബേസ് 10 ആയിട്ടുള്ള 0 to 9 നമ്പേഴ്സ് ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് 782 ബേസ് 10, 782 ബേസ് 10. അതേപോലെ 25 ബേസ് 10. അനദർ വൺ ഈസ് 32 ബേസ് 10. ഇതേപോലെയുള്ളവയാണ് ബേസ് 10 ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അവിടെ 0 to 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടാവും. ഇനി ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബേസ് 8 ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. ബേസ് 8 ആണ്. ഓക്കെ, ബേസ് 8 നമ്പർ സിസ്റ്റം ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ വരുന്നത് 0 to 7 നമ്പേഴ്സ് ആണ്. 0 to 7 വരെയുള്ള നമ്പേഴ്സ് ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ വരിക. എക്സാമ്പിൾ ഈസ് സെയിം, ബട്ട് അവിടെ ബേസ് മാത്രം വ്യത്യാസം വരും. അതായത് 723 ബേസ് 8, അതേപോലെ 123 ബേസ് 8, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതാണ് ബൈനറി നമ്പർ സിസ്റ്റം. ബേസ് എന്ന് പറയുന്നത് 2,
0, 1 ആണ് നമ്പേഴ്സ് എക്സാമ്പിൾ. ഡെസിമൽ എന്ന് പറയുന്നതിന്റെ ബേസ് 10 ആണ്, 0 to 9 ആണ് എക്സാമ്പിൾ. അതേപോലെ ഒക്ടൽ എന്ന് പറയുന്നതിന്റെ ബേസ് 8 ആണ്, 0 to 7 ആണ് എക്സാമ്പിൾ. ഇനി ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ബേസ് എന്ന് പറയുന്നത് 16 ആണ്, ബേസ് എന്ന് പറയുന്നത് 16 ആണ്, ബേസ് 16 നമ്പേഴ്സ് ആണ്. ഇതിൽ തന്നെ 0 to 9 വരെയുള്ള നമ്പേഴ്സും അതുപോലെ A to F വരെയുള്ള ആൽഫാബറ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുക. 0 to 9 വരെയുള്ള നമ്പേഴ്സ് ആൻഡ് ABCDEF എന്ന് പറയുന്ന A to F വരെയുള്ള ആൽഫാബറ്റ്സും ആണ് നമ്മൾ ഈ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ A to F എന്ന് പറയുന്നത് വേറൊന്നുമല്ല, 0 to 9 വരെ വന്നു കഴിഞ്ഞാൽ A മീൻസ് 10, A 10നെയും B 11നെയും C 12, D 13, E 14 ആൻഡ് F 15 എന്നുള്ളതിനാണ് സൂചിപ്പിക്കുക. ഓക്കെ, അതായത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 0 to 15 വരെ എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ 10, 11, 12 അങ്ങനെയല്ല യൂസ് ചെയ്യുക. പകരം 0 to 9 വരെയുള്ള നമ്പേഴ്സും A to F വരെയുള്ള ആൽഫാബറ്റ്സും ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2BF എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 2BF ബേസ് 16, അതേപോലെ 12C ബേസ് 16 എന്നൊക്കെ നമുക്ക് പറയാം. ഇതാണ് 4 പ്രധാനമായിട്ടുള്ള നമ്പർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ബൈനറി നമ്പർ സിസ്റ്റം ബേസ് 2, ഡെസിമൽ നമ്പർ സിസ്റ്റം ബേസ് 10, ഒക്ടൽ നമ്പർ സിസ്റ്റം ബേസ് 8 ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ബേസ് 16. ക്ലിയർ ആയി? ഔട്ട്ലൈൻ ഒക്കെ ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ എക്സാമിന് സ്ഥിരമായി ചോദിക്കുക ബൈനറി ആൻഡ് ഡെസിമൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അതായത് ബൈനറി നമ്പറിനെ ഇതേപോലുള്ള ബേസ് 2 ആയിട്ടുള്ള ബൈനറി നമ്പറുകളെ എങ്ങനെയാണ് ഡെസിമൽ നമ്പർ ആക്കി മാറ്റുക എന്നുള്ളതും, അതുപോലെ ബേസ് 10 ആയിട്ടുള്ള ഈ ഡെസിമൽ നമ്പറുകളെ എങ്ങനെയാണ് ബൈനറി നമ്പറുകളാക്കി മാറ്റുക എന്നുള്ളതുമാണ് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ വേണ്ടി പോകുന്നത് കൺവേർഷൻ ആണ്. ബൈനറി ടു ഡെസിമൽ, ബൈനറി നമ്പറിനെ എങ്ങനെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്നും അതുപോലെ ഡെസിമൽ നമ്പറിനെ എങ്ങനെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്നും ഇതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ എക്സാമിന് പ്രധാനമായിട്ട് ചോദിക്കുക. അപ്പൊ ഈ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരു ഡെസിമൽ നമ്പർ കൺസിഡർ ചെയ്യാണ്. ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസ് 10 ആയിട്ടുള്ള നമ്പറുകളാണ്. സോ ഞാൻ അതുപോലുള്ള ഒരു നമ്പർ കൺസിഡർ ചെയ്യുന്നു. സേ 15 15 ഞാൻ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 15 ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഡെസിമൽ നമ്പർ എന്ന് വിചാരിക്കുക. 15 എന്ന് പറയുമ്പോൾ ബേസ് 10 അതായത് ഒരു ഡെസിമൽ നമ്പർ. ഈ 15 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയുള്ള ബൈനറി നമ്പർ എങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളതാണ് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2 ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ 2 കൊണ്ട് റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്യുക. അതെങ്ങനെയാണെന്ന് നോക്കാം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പർ 15 ആണ്. 15 ഒന്നുമില്ല, നിങ്ങൾ ഈ 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാണ്? 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എത്രയാണ്? 7 ആണ് അല്ലെ? 7. ബാക്കി റിമൈൻഡർ അവിടെ 1 ഉണ്ടാവും. ഇനി അഗെയിൻ നമ്മൾ ഇതിനെ ഈ 7നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2 എത്രയാണ്? 3 ആണ് അല്ലെ? അവിടെയും റിമൈനർ 1 ഉണ്ട്. ഇനി അഗെയിൻ നമ്മൾ ഇതിനെ വീണ്ടും റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2 ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 3ൽ എത്ര 2 ഉണ്ട്? 1. 1 2 ശിഷ്ടം അഗെയിൻ 1 അല്ലെ? റിമൈനർ അഗെയിൻ 1. സോ ഞാൻ ഇതിനെ എന്ത് ചെയ്യണം? ഇനി ഇതിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനില്ല, കാരണം ഇവിടെ ഫിനിഷ് ആയി. സോ ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ 15 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എഴുതുക എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട റിമൈനറുകളാണ്. ജസ്റ്റ് കൺസിഡർ ദ റിമൈനേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ബോട്ടം ടു ടോപ്പ്. അതായത് ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ. അപ്പൊ എന്തൊക്കെയാണ് നമുക്കുള്ളത്? 1 1 1 ആൻഡ് 1. ഓക്കെ, സോ നമുക്ക് അറിയാം 15 ബേസ് 10 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് 1 1 1 1 ആണ്. സോ 15 ബേസ് 10 is equal to 1111 ബേസ് 2. ക്ലിയർ? വളരെ എളുപ്പമാണ്.
ഇങ്ങനെയാണ് നമുക്ക് ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഡെസിമൽ നമ്പറിന് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എഴുതുക. എന്താണ് ചെയ്യേണ്ടത്? റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ചെയ്തു. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോ ഒരു ഡെസിമൽ നമ്പർ, ഞാൻ മറ്റൊരു ഡെസിമൽ നമ്പർ കൺസിഡർ ചെയ്യാണ്. അത് ഒരു 243. ഓക്കെ, അപ്പോ ഡെസിമൽ 243 ബേസ് 10 എങ്ങനെയാണ് നമുക്ക് ബൈനറി 243 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എത്രയാണ് എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. ഓക്കെ, ഫൈൻഡ് ദ ബൈനറി ഇക്വാലന്റ് ഓഫ് 243 ബേസ് 10 എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാം? സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2. സോ 243 റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2. സോ 243 ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ എത്രയാണ് നിങ്ങൾക്ക് കിട്ടുക? 121. കറക്റ്റ് അല്ലേ? 121 റിമൈനർ 1. ശരിയല്ലേ? 121 into 2 എത്രയാണ്? 242 റിമൈനർ 1. ക്ലിയർ ആവുന്നു എന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, സിമ്പിൾ ഡിവിഷൻ. അഗെയിൻ ഡിവൈഡിങ് ബൈ 2. എത്രയാണ് കിട്ടുക? 60 റിമൈൻഡർ അഗെയിൻ 1. അഗെയിൻ ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 30 എത്രയാണ്? റിമൈനർ ഉണ്ടോ? ഇല്ല, 0. അഗെയിൻ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2. 15 എത്രയാണ്? 0. അഗെയിൻ 2. 7 0 സോറി 1 എന്താണ്? 7 into 2 14 റിമൈനർ 1. അഗെയിൻ 2. 3 കറക്റ്റ് അല്ലേ? 3 1 അഗെയിൻ 2 എത്രയാണ്? 1. ക്ലിയർ ആയോ? അതായത് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുക, ബോട്ടം ടു ടോപ്പിലേക്ക് നമ്മൾ റെഫർ ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുക നോക്കുക? 1 1 0 0 1 1 ബേസ് 2. സോ ദിസ് ഈസ് ഈക്വൽ ടു, അതായത് എന്താണ് ചോദ്യം? എന്തായിരുന്നു? 243 ബേസ് 10 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയ ബൈനറി നമ്പർ എത്രയാണ്? 11110011. ഓക്കെ, ഇത് വൺ ഓഫ് ദ ഓൾഡ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു പഴയ ചോദ്യമാണ്. ഫൈൻഡ് ദ ബൈനറി ഇക്വാലന്റ് ഓഫ് ദ ഡെസിമൽ നമ്പർ 243 ബേസ് 10. അപ്പൊ ഇത് ഇതുപോലൊരു ചോദ്യമായി എഴുതി വെക്കുക. എന്നിട്ട് ഇത് സ്വന്തമായി ചെയ്തു നോക്കുക. റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2. ഇതാണ് ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള വളരെ എളുപ്പമായിട്ടുള്ള സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇത്രയും നേരം ചെയ്തിരുന്നത് ഡെസിമൽ നമ്പറിനെ എങ്ങനെ കറസ്പോണ്ടിങ് ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇത് നിങ്ങളുടെ സെക്കൻഡ് ടൈപ്പ് പ്രോബ്ലം ആണ്, രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലം ആണ്. അതായത് ബൈനറി നമ്പർ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ എങ്ങനെ അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോവാം. നമുക്കുള്ളത് 1 എന്ന് പറയുന്ന ബൈനറി നമ്പർ ആണ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 1 ബേസ് 2 എന്ന് പറയുന്ന ബൈനറി നമ്പർ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം വെച്ച് നമുക്കറിയാം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ 15 ബേസ് 10 ആണ് അല്ലെ? അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു ഈ ബൈനറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എങ്ങനെയാണ് കണ്ടെത്തുക. അപ്പൊ നമുക്കത് നോക്കാം എങ്ങനെയാണ് കണ്ടെത്തുക. ഇവിടെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 ആണ്. പക്ഷേ ഇവിടെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അത് സിംപ്ലി മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണത്? 2വിന്റെ പവറുകൾ, വർഗങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതായത് 2 പവർ 0 എത്രയാണ്? അത് 1 ആണ്. 2 പവർ 1 ഈക്വൽ ടു 2. അതേപോലെ 2 പവർ 2 ഈക്വൽ ടു 4. 2 പവർ 3 ഈക്വൽ ടു 8. 2 പവർ 4 ഈക്വൽ ടു 16. 2 പവർ 5 ഈക്വൽ ടു 32 ആൻഡ് 2 പവർ 6 ഈക്വൽ ടു 64. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസിയായി വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന നമ്പർ കൺസിഡർ ചെയ്യുക, 1111. ഓക്കെ, ഫ്രം യുവർ റൈറ്റ് ടു ലെഫ്റ്റ് എങ്ങനെ എഴുതുക? ഈ തന്നിരിക്കുന്ന നമ്പർ ഇവിടെ 2 പവർ 0, 2 പവർ 1, 2 പവർ 2, 2 പവർ 3. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഈ എക്സ്ട്രീം, റൈറ്റ് എക്സ്ട്രീം എന്ന് പറയുന്നത് 2 പവർ 0, ദെൻ 2 പവർ 1, 2 പവർ 2, 2 പവർ 3. ഇവിടെയുള്ള നമ്പർ ഏതോ അത് ഇൻറ്റു 2 പവർ 0, ഇവിടെയുള്ള നമ്പർ ഏതോ അത് ഇൻറ്റു 2 പവർ 1,
ഇവിടെയുള്ള നമ്പർ ഏതോ, ഈ പൊസിഷനിലുള്ള നമ്പർ ഏതോ അത് ഇൻറ്റു 2^2, ഈ നമ്പർ ഏതോ അത് ഇൻറ്റു 2^3. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യുക? എല്ലാം ആഡ് ചെയ്യുക, ഇതെല്ലാം ആഡ് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ. അതായത് 2^3 ഇൻറ്റു 1 അതായത് 8 പ്ലസ് 2^2 ഇൻറ്റു 1 അതായത് 4 പ്ലസ് 2^1 ഇൻറ്റു 1 2 പ്ലസ് 2^0 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1. എത്രയാണ്? 8, 12, 14, 15 ഈക്വൽ ടു 15/10. ക്ലിയർ ആയോ? അപ്പോ ഈ 1111 എന്ന് പറയുന്ന ബൈനറി നമ്പറിനെ വളരെ എളുപ്പത്തിൽ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2, അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഓഫ്, ഓക്കെ, മൾട്ടിപ്ലൈയിങ് ദ കറസ്പോണ്ടിങ് പൊസിഷൻ വിത്ത് പവർ ഓഫ് 2 ആൻഡ് ആഡിങ് ഈച്ച് അതർ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെയ്തു നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള മറ്റൊരു എക്സാമ്പിൾ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇത് ഞാൻ തിരിച്ചു ചെയ്യാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ ബൈനറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ നേരത്തെ ഇതിന് മുമ്പ് ചെയ്ത 15ന്റെ ഡെസിമലിനെ നമ്മൾ 15 ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കുള്ള ചോദ്യം ഇതാണ്, എഴുതുക. ഫൈൻഡ് ദ ഡെസിമൽ ഇക്വാലന്റ് ഓഫ് ദിസ് ബൈനറി നമ്പർ 11110011. എങ്ങനെയാണ് ചെയ്യുക? വളരെ എളുപ്പമാണ്. ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ എഴുതുക 11110011. ക്ലിയർ? ഇനി ഞാൻ എന്താണ് പറഞ്ഞത്? റൈറ്റ് എക്സ്ട്രീമിൽ നിന്ന് 2ന്റെ പവറുകൾ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 1 ആണ്. 1 ഇൻറ്റു 2^0. ക്ലിയർ? അടുത്തത് 1 ഇൻറ്റു 2^1, ഇവിടെ പ്ലസ് ഇടണം. അടുത്തത് 0 ഇൻറ്റു 2^2. അടുത്തത് 0 ഇൻറ്റു 2^3. അടുത്തത് 1 ഇൻറ്റു 2^4 പ്ലസ് 1 ഇൻറ്റു 2^5 പ്ലസ് 1 ഇൻറ്റു 2^6 പ്ലസ് 1 ഇൻറ്റു 2^7. ക്ലിയർ ആയോ? അപ്പോ ഇതെങ്ങനെ വരും നോക്കുക. 2^7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് ഞാൻ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ 2^0 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1 പ്ലസ് 2^1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 2 പ്ലസ് ഇവിടെ 0 ആണ് അല്ലെ, 2^2ന്റെ ടേം ഇൻറ്റു 0 ആണ്, അതുകൊണ്ട് അത് പോയി. അതേപോലെ ഇവിടെ 2^3 ഇൻറ്റു 0 ആണ്, അതും പോയി. അടുത്ത 2^4 ഇൻറ്റു 1 എത്രയാണ്? 2^4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 16 ആണ്. അപ്പൊ 2^4 ഇൻറ്റു 1 ദാറ്റ് ഈസ് 16 പ്ലസ് 2^5 ഇൻറ്റു 1 32 പ്ലസ് 64 പ്ലസ് 128 243 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 11110011 എന്ന് പറയുന്ന ബൈനറി നമ്പറിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എത്രയാണ്? അത് 243 ബേസ് 10 ആണെന്നുള്ള കാര്യം നമുക്ക് കിട്ടി. അപ്പൊ ദിസ് ഈസ് യുവർ ആൻസർ, 243 ബേസ് 10. അപ്പൊ നമുക്ക് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പൊ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാണ്? എങ്ങനെയാണ് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ എന്നും അതുപോലെ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എന്നുമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കൂടാതെ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നമ്പർ സിസ്റ്റം എന്നുള്ളതാണ്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു നമ്പർ സിസ്റ്റം എഴുതുമ്പോൾ അതിലെ വളരെ പ്രോപ്പർ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഈ ബേസുകളാണ്. ഇതൊരു ബൈനറി നമ്പർ സിസ്റ്റം ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക എപ്പോഴാണ്? അതിന്റെ ബേസ് 2 ആണ് എന്ന് കാണുമ്പോഴാണ്. അതുപോലെ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിന്റെ ബേസ് ഇവിടെ 10 ആയിരിക്കും, ഒക്ടൽ ആണെങ്കിൽ അത് 8 ആയിരിക്കും, ഹെക്സാ ഡെസിമൽ ആണെങ്കിൽ അത് 16 ആയിരിക്കും. അപ്പോൾ ഈ ബേസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു നമ്പർ സിസ്റ്റം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയാണ് ഇപ്പോൾ ബൈനറി ആണെങ്കിൽ അത് ഇവിടെ 0 1 എന്ന് പറയുന്ന 2 നമ്പേഴ്സ് ആയിരിക്കും. ഇനി അത് ഡെസിമൽ ആണെങ്കിൽ 0 to 9 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. ഒക്ടൽ ആണെങ്കിൽ 0 to 7, ഹെക്സാ ഡെസിമൽ ആണെങ്കിൽ 0 to 9 വരെയുള്ള നമ്പേഴ്സ് ആൻഡ് A to F ആൽഫാബെറ്റ്സ് ആയിരിക്കും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആൻഡ് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡെസിമൽ ടു ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആണെങ്കിൽ അത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എന്താണ് പവർ ഓഫ് 2 ആൻഡ് ആഡിങ്. ഓക്കെ, ഇനി അടുത്ത എന്താണ് ഡെസിമൽ ടു ബൈനറി ആണെങ്കിൽ ഇത് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആണ്. ഡെസിമൽ ടു ബൈനറി ആണെങ്കിൽ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2. ക്ലിയർ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്.